എവരിവൺ. അപ്പോൾ 2 മാസത്തിന് ശേഷം നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ബാഗ് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ അവിടെ അച്ചാറ് പൊതിയുണ്ട്, ഞാൻ ബുക്കൊക്കെ അടക്കി പറക്കി വെക്കാൻ പോവാണ്. എന്താ നോക്കാനുള്ള പുസ്തകം? വിട് എല്ലാം ഒതുക്കിക്കണു, എല്ലാം ഉണ്ട്. ഞാൻ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് മുന്നേ നേരത്തെ. അമ്മ 1 മണിക്കൂറായിട്ടും ആ സെല്ലോ ടേപ്പ് പൊട്ടിക്കലെന്ന് മാറിയിട്ടില്ല കേട്ടോ. പറഞ്ഞു പോന്നു തരാം. അപ്പൊ നമ്മള് നാളെ രാത്രി 7:30-ക്കാണ് കേട്ടോ പോണത്. നമ്മള് തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും അടക്കി ഒതുക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. സെല്ലോ ടേപ്പ് എന്തായി? ഇപ്പൊ എണ്ണ മുക്കിയത് കൂടി പൊതിഞ്ഞേക്കണം. നമ്മൾ ഒരു ബാഗായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ എല്ലാം അത് കൊള്ളിക്കണം. ചുരുട്ടിട്ട് അടിയിൽ ബുക്സ് വെക്കാം ആദ്യം, എന്നിട്ട് തുണി വെക്കാം. ബുക്സ് വെക്കണം ഗൈസ്. അപ്പൊ നാരങ്ങച്ചാറ് റെഡി ആക്കിയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയതാണ്. നമ്മള് ഇതിലേക്ക് കെട്ടി വെക്കാൻ വന്നകൂടി ഒന്നുകൂടി സേഫ് ആയിരുന്നു. പിന്നെ എണ്ണ മുക്കിയത്, പിന്നെ അത് ആ തലയിൽ തേക്കാനും എണ്ണ മുറുക്കിയിട്ടുണ്ട്. തലയിൽ എണ്ണ തേക്കാത്തോണ്ട് അതെ, കുറച്ചുള്ളൂ. ഇതിപ്പോ തന്നെ ഇത് ഈ മറ്റേ ബാഗിൽ വെക്കാം. ട്രെയിനിൽ നിന്ന് കഴിക്കണേ വെക്കാം അല്ലേ? അപ്പൊ ഉപ്പുള്ളതുകൊണ്ട് ആ ബാഗ് ഇത്ര വെക്കായത് വേണം. ആ സാധനം വെച്ചില്ലല്ലോ. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. മറ്റേത് വെക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാഗൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോ നാളെ പോവാം. നാളെ 7:30-ക്കാണ് ട്രെയിൻ. അപ്പൊ ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങാമല്ലോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പം ഗായ്സ് നമ്മളൊരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടു ഞാൻ അമ്മയാണ് പോയത്. അവൾ വന്നില്ല കേട്ടോ. അവൾക്ക് തലവേദന വേണ്ടിട്ട് അവളവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ റോഡ് ഭയങ്കര അടിപൊളി റോഡായതുകൊണ്ട് വിഷ്വലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷയിൽ ഒരുമാതിരി ഓഫ് റോഡ് റൈഡ് പോകണമെന്നാണ് ഞങ്ങൾ റോഡിലേക്ക് പോവുക. അങ്ങനെ ബസ്സൊക്കെ കയറി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. ഇതാണ് നമ്മൾ പോണ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ട്രെയിന്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ട്രെയിൻ വരണത്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോവായിട്ടോ. കുട്ടുവ് നല്ല സങ്കടം ഉണ്ട്. അവനത് ഒതുക്കി പിടിച്ച് തീർക്കുകയാണ്. അങ്ങനെ സമയം ഒരു 7:45 കേട്ടോ. ട്രെയിൻ വരാൻ നേരമായി. അമ്മയ്ക്കും കുട്ടുവിനൊക്കെ ഉമ്മ കൊടുത്തു. ട്രെയിൻ ഇപ്പോൾ വേണമെങ്കിൽ വരാൻ വേണ്ടിയിരിക്കാൻ കേട്ടോ. ഞാനും ഉണ്ടായിരുന്നു, സൂര്യ ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചാണ് കേട്ടോ. ഓരോ ക്ലാസ്സിലാണ് പഠിച്ചത്. ഇപ്പോൾ കോളേജിൽ ഞങ്ങൾ അതേപോലെ തന്നെയാണ്. അപ്പം അങ്ങനെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. 2 മാസത്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോണത്. അതുകൊണ്ട് നല്ല രീതിക്ക് എൻ്റെ ഉള്ളിലൊരു സങ്കടം ഉണ്ട് കേട്ടോ. കുട്ടുവിൻ്റെ കൂടെയൊക്കെ കളിച്ച് കുറേ ആൾ നിന്നതാണ്. ഇനിയിപ്പോൾ വീണ്ടും അങ്ങോട്ട് പോകണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പം ട്രെയിൻ വന്നു കേട്ടോ. അപ്പോഴേക്കും ട്രെയിൻ അവിടെ എത്തുമ്പോഴേക്കും കുട്ടു ഇങ്ങനെ മേത്ത് കിടന്ന് ഒരുമാതിരി ആവലെ തുടങ്ങി കേട്ടോ. അത് കണ്ടപ്പോഴേക്കും ചെറുതായി ഒന്ന് വിഷമമായി. പക്ഷെ കയറിപ്പോകാതെ പറ്റില്ലല്ലോ ഗൈസ്. പിന്നെ ട്രെയിൻ അടുത്തെത്താറായപ്പോഴേക്കും കുട്ടു കരഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ കയറി പോണ സീൻ എടുക്കാനായിട്ട് പറ്റിയില്ല. ഈ ട്രെയിനിലാണ് കേട്ടോ ഞാൻ പോയത്. അപ്പം അങ്ങനെ ഇന്നത്തെ പോക്ക് വ്ളോഗ് കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.